ഇത്രയും സാധനങ്ങളാണ് ഹോം മെയ്ഡ് കുക്കർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. എല്ലാം വഴിയേ പറയാം. ആദ്യം നമ്മളൊരു 10-15 മിനിറ്റ് കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് പാലിൽ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റെപ്പ്, മിക്സിയുടെ ജാറിൽ 2 മുട്ട, വാനില, പഞ്ചസാര, എണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു വലിയ ഗ്ലാസ് മൈദയ്ക്ക് 2 മുട്ടയാണ് കണക്ക്. എന്നിട്ട് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇത്രയും ഒരുമിച്ച് ചേർത്തൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കട്ട പിടിക്കുന്ന ഒഴിവായി കിട്ടും. മിക്സിയിൽ അടിച്ച ബാറ്ററിലേക്ക് അരിച്ചു വെച്ചേക്കുന്ന പൊടിയും നേരത്തെ പാലിൽ ബട്ടർ ചേർത്ത മിശ്രിതവും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ബട്ടറും മൈദയും പുരട്ടിയ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ ഈ മിശ്രിതം ഒഴിക്കുന്നത്. ബട്ടർ പേപ്പറിന് പകരമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് വരുന്നതൊക്കെ ഒഴിവായി കിട്ടും. കാഷ്യൂ നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തത്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുക്കറിലേക്ക് ഇത് വെച്ച് 20-25 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഉൾഭാഗം എന്തോ എന്നറിയാൻ പപ്പടം കുത്തിയോ ഈർക്കിലോ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഒരു കത്തിയോ ചട്ടുകമോ എടുത്ത് കേക്ക് ആ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് വിടുവിപ്പിച്ചെടുക്കണം. എന്നിട്ടൊന്ന് കമിഴ്ത്തി തട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പഞ്ച് പോലത്തെ കേക്ക് റെഡി. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ മൈക്രോവേവ് ഓവനിൽ ചെയ്യുന്ന പോലെ തന്നെ കിട്ടും. കുക്കറിന് മൈക്രോവേവ് ഓവൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതിനാണ് ആദ്യം 10-15 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ഡെലീഷ്യസ് കേക്കാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.